إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 174-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അല്ലാഹുവിൽ നിന്നുള്ള ആ അപാരമായ അനുഗ്രഹം കൊണ്ടവർ മടങ്ങി, ഔദാര്യം കൊണ്ട് മടങ്ങി. അവരെ യാതൊരു തരത്തിലുള്ള ദോഷവും ബാധിച്ചില്ല എന്ന് പറഞ്ഞാൽ നോക്കൂ, ആ ചെറിയ ബദറിന് വേണ്ടി ആ ബദറിൽ ഒരുമിച്ചും കൂടി 1500ഓളം സഹാബികൾ അവിടെ വെച്ചുകൊണ്ട് നല്ല നിലയിൽ കച്ചവടം ചെയ്തുകൊണ്ടും അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മടങ്ങിയെന്ന് ചില മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിച്ചു കാണുന്നു. അതല്ലാത്ത മുൻ വിശദീകരിച്ച സംഭവമായിട്ടും ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. ശത്രുക്കളെ തുരത്തിയ ആ സംഭവമായിട്ടും അല്ലാഹു അലം. എങ്ങനെയാണെങ്കിലും അല്ലാഹുവിന്റെ അപാരമായ ഔദാര്യവും അതുപോലെ അനുഗ്രഹവും കൊണ്ട് മുഅ്മിനീങ്ങൾ യാതൊരു പരിക്കുമില്ലാതെ മടങ്ങിയെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സ്വദേശമായ മദീനത്തിൽ തന്നെ സുരക്ഷിതമായി ആ സ്വഹാബികൾ മടങ്ങി. ആ ബദറിൽ വെച്ച് പരിക്കേറ്റ് ഇങ്ങേയറ്റം വിഷമവും ബുദ്ധിമുട്ടും സഹിച്ചുകൊണ്ട് അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും ഉത്തരം ചെയ്ത ആ സ്വഹാബികൾ മടങ്ങി. അതിനെപ്പറ്റിയാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹുവിന്റെ പ്രീതി, ആ തൃപ്തി അവർ പിൻപറ്റുകയും ചെയ്തു. ആണതിന്റെ കാരണം അള്ളാഹുവിന്റെ തൃപ്തിയാണ് അവർക്ക് വലുത്, അള്ളാഹുവിന്റെ പ്രീതിയാണ് അവർക്ക് വലുത്. അല്ലാതെ ഈ ദുനിയാവിൽ എന്തെങ്കിലും വിഷമങ്ങളോ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ധനസമാഹരണമോ അല്ല. അതൊക്കെയും ഉണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ, അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഏറ്റവും വലുത്. അതാണ് മുന്നിട്ട് നിൽക്കുന്നത്. അല്ലാഹുദുൽ ഫദ്ലിൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകട്ടെ വമ്പിച്ച അങ്ങേയറ്റ ഔദാര്യവാനാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് നിങ്ങൾക്ക് പകർന്നു കൊടുക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ സത്യവിശ്വാസിയും ചെയ്യേണ്ടതെന്നാണ്. നാം നല്ല ഉത്തമമായ ഉറച്ച സംശയമില്ലാത്ത നല്ല വിശ്വാസം വെച്ചു പുലർത്തണം. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. എല്ലാ വൻകുറ്റങ്ങളിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നമ്മൾ ഉടനടി തൗബ ചെയ്ത് മടങ്ങണം. അങ്ങനെ നല്ലൊരു സത്യവിശ്വാസിയായി, നല്ലൊരു മുഅ്മിനായി, മുസ്ലിമായി നാം ഇവിടെ ഈ ഭൂമുഖത്ത് വസിക്കുകയാണെങ്കിൽ നമുക്കും ഇത് പോലോത്ത പലതരത്തിലുള്ള വമ്പിച്ച അല്ലാഹുവിന്റെ ഔദാര്യങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുമെന്നൊക്കെയാണ് ഈ ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു, ഉണർത്തുന്നത്, നമുക്ക് നൽകുന്ന സദുപദേശവും. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.